الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل وسلم على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസാബിഊൻ ആയത്താണ് അവസാനം എടുത്തത്. ഇതിലെ എണ്ണം 72, 69. അല്ല, അത് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞു. 73, 74 വരെ എടുത്തു. കസീറൻ. അതെ അതെ അതെ, 74 വരെ എടുത്തു. അതായത് അതിൽ 71 അല്ലേ, ഖുറാനിലെ 71 വരെ. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് എടുക്കുന്നത്. أعوذ بالله من الشيطان الرجيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم فقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار فما للظالمين من أنصار. لقد كفر الذين قالوا إن الله ثالث ثلاثة فما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم أفلا يتوبون إلى الله ويستغفرونه والله غفور رحيم. ഈ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളുടെ അബദ്ധ വിശ്വാസങ്ങളെ തുറന്നു കാണിക്കുന്ന ഭാഗങ്ങളാണ്. ലഖദ് കഫറ, നിശ്ചയമായും അവിശ്വസിച്ചിരിക്കുന്നു. അല്ലദീന ഖാലു, ഇപ്രകാരം പറഞ്ഞ ആളുകൾ. എന്താ അവർ പറഞ്ഞത്? ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, നിശ്ചയമായും അല്ലാഹു തന്നെയാണ് മറിയമിന്റെ മകൻ മസീഹ് എന്ന് പറഞ്ഞവർ. അത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകൾ, അവർ നിശ്ചയമായും അവിശ്വസിച്ചിരിക്കുന്നു. ഫഖാലൽ മസീഹു, എന്നാൽ മസീഹ് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുവിൻ, അള്ളാഹുവിനെ ആരാധിക്കുവിൻ. റബ്ബി വ റബ്ബക്കും, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കുവിൻ എന്നാണ് മസീഹ് ഇബ്നു മറിയം ഈസാ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകളോട് പറഞ്ഞത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, നിശ്ചയമായും ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനു മേൽ അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും ഈസാ നബി അവരോട് പറഞ്ഞു. വമഅവാഹുന്നാർ, അവരുടെ സങ്കേതം നരകമായിരിക്കും എന്നും അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ട്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല. എല്ലാ പ്രവാചകന്മാരും അള്ളാഹു ഏൽപ്പിച്ചതനുസരിച്ച് തൗഹീദാണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത് തന്നെയാണ്, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച എൻ്റെയും നിങ്ങളെ റബ്ബായ അള്ളാഹിനെയാണ് ആരാധിക്കേണ്ടത്. അള്ളാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം നിഷിദ്ധമാകും, നരകമായിരിക്കും അവർക്കുള്ള അഭയസ്ഥാനം, സങ്കേതം. അവിടെ ആക്രമണം ചെയ്താൽ പിന്നെ അവരാരും സഹായിക്കാറുണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവരിൽ ചില ആൾക്കാർ ഈസാ നബി തന്നെയാണ് അള്ളാഹു, മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് വാദിച്ചു. രണ്ട് രീതിയിൽ അള്ളാഹു മനുഷ്യനായിട്ട് അവതരിച്ചതാണെന്നാണല്ലോ അവർ പറയണത്. ഇത് വരുന്നുണ്ട്. അപ്പോ ഇവിടെ മസീഹ് എന്നുള്ളത് ഇതിന്റെ വിശദീകരണത്തിൽ നേരത്തെ 4 ഇമ്രാൻ 45 വ്യാഖ്യാനത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വിവരിച്ചിട്ടില്ല. മസീഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ, സ്നാനം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അതിന്റെ കാരണങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്രോസ് റെഫറൻസ് നോക്കാം. അടുത്ത ആയത്തിൽ പറയുന്നത്
അവരിൽ തന്നെ പെട്ട വേറെ അടുത്ത ആയത്തിൽ ഇവരെ തന്നെ വേറെ വാദങ്ങളാണ്. ലഖദ് കഫറല്ലദീന ഖാലു, ഇപ്രകാരം പറഞ്ഞവർ എന്തായിട്ടുണ്ട്? അവിശ്വസിച്ചിരിക്കുന്നു. എന്താ അവർ പറഞ്ഞത്? ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂന്നെണ്ണത്തിൽ മൂന്നാമത്തേതാകുന്നു എന്നാണ് ശരിക്ക് വാക്കിന്റെ അർത്ഥം വരിക. സാലിസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത്, സാലിസു സലാസ, മൂന്നിൽ മൂന്നാമത്തേത്. പക്ഷെ ആ മൂന്നിൽ ഒന്ന് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അറബി ഭാഷയിലുള്ള ശൈലി അങ്ങനെയാണ്. അതിവിടെ പറയുന്നുണ്ട്. റാബി അർബാത്തിൻ, ഖാമിസു ഹംസത്തിൻ എന്നൊക്കെ പറഞ്ഞാൽ നാലിൽ ഒന്ന്, അഞ്ചിൽ ഒന്ന്, ഒരാള്, നാലെണ്ണുള്ളതിൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റേ 1/4 അല്ല കേട്ടോ. അതിന് റുബ ഹുംസ് എന്നൊക്കെയാണ് പറയാ, സുലൂസ് എന്നൊക്കെയാണ് പറയാ. നാലാളുള്ളതിൽ ഒരാൾ, അല്ലെങ്കിൽ ഇവിടെ മൂന്നാളുള്ളതിൽ ഒരാൾ. അപ്പൊ അവര് പറയണത് ദൈവം എന്ന് പറഞ്ഞാൽ മൂന്നാണ്, മൂന്നും കൂടിയ ഒന്നാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ത്രിത്വ വിശ്വാസം. അപ്പൊ അതിലൊന്നാണ് അള്ളാഹു എന്നവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരും അവിശ്വസിച്ചിരിക്കുന്നു, നിഷേധികളായിരിക്കുന്നു, കഫറ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയാം, വമാമിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്, ഏകനായ ഒരേ ഒരു ഇലാഹല്ലാതെ, ഒരേ ആരാധ്യനല്ലാതെ വേറൊരു ആരാധ്യനും ഇല്ല. അപ്പോ മൂന്ന് എന്നിട്ട് മൂന്നിലൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇലാഹായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല. എന്നിരിക്കെ അവര് പറഞ്ഞത് എന്താ? അള്ളാഹു മൂന്നിൽ ഒരുവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരും അവിശ്വസിച്ചിരിക്കുന്നു. ഈ രണ്ടായത്തിലും ഇവരെ രണ്ട് വാദങ്ങളും, അള്ളാഹു ഈസാ നബി തന്നെയാണ് അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹു ഈസാ നബിയുടെ അവതാരമാണ്, മനുഷ്യനായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ മൂന്നിൽ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നാണ് അവർ പറയാറ്. അതില് പുത്രനാണ് ഈസാ അലൈഹി സ്വലാം, പരിശുദ്ധാത്മാവ് ജിബ്രീൽ, അവരെ വേറെ പേര് പറയും. പിതാവ് അള്ളാഹു, കർത്താവായ ദൈവം, യഹോവ എന്നവർ പറയണ കർത്താവായ ദൈവം. പക്ഷെ ചിലരെന്ത് പറയും? കർത്താവായ യേശു എന്ന് പറയും. അപ്പൊ എന്തായി? ദൈവം തന്നെ യേശുവായി വന്നു എന്നാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ ഈ രണ്ട് വിശ്വാസങ്ങളെ കുറിച്ച് ഇവിടെ അള്ളാഹു പറഞ്ഞത് കഫറ എന്നാണ് അവർക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നത്തെ ആയത്തില് പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളാണെങ്കിലും മറ്റവരാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, പരലോകത്തിൽ വിശ്വസിച്ചാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വിശ്വാസമല്ല. അവർ നിലവിലുള്ള വിശ്വാസം നിലനിർത്തിയിട്ട് നല്ല പറഞ്ഞത്. കാരണം ആ വിശ്വാസത്തെ കുറിച്ചൊക്കെ കഫാറ എന്നാണ് പറഞ്ഞത്. ഇപ്പോ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പിന്നെ സിവിൽ എഞ്ചിനീയറിന് മൂപ്പരങ്ങനെ പോലെ കാര്യം. അപ്പോൾ അവരെ നാട്ടിൽ ഇപ്പൊ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തന്നെയാണ്, അവർ കാഫറുകളല്ല എന്ന് വാദിക്കൊണ്ട് കൂട്ടിട്ടുണ്ടെന്ന് പറയാം. ക്രിസ്ത്യാനികൾ കാഫറുകളല്ല. അപ്പൊ അപ്പൊ അവർക്കൊക്കെ ഇതിൽ മറുപടി ഉണ്ട്. അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞാണ് കഫറ. ഈ വിശ്വാസ അത് സ്വീകരിച്ച ആൾക്കാർ, അങ്ങനെ പറഞ്ഞവര് അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് വഇല്ലം യൻതഹു, അവർ അതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അമ്മ യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പഴച്ച വിശ്വാസത്തിൽ നിന്ന് അവര് വിരമിക്കുന്നില്ലെങ്കിൽ, ലയമസ്സന്ന, അവരെ ബാധിക്കുക തന്നെ ചെയ്യും, അല്ലദീന കഫറു, അവിശ്വസിച്ച ആ ആളുകളെ, മിൻഹും, അവരിൽ നിന്ന് അവിശ്വസിച്ച ആളുകളെ, അതായത് ഈ വിശ്വാസമുള്ള ആൾക്കാരെ, അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. അപ്പൊ അവരുടെ ഈ വിശ്വാസം, അതനുസരിച്ചുള്ള അവരുടെ ഈ വാക്കുകൾ, അത് വളരെ പിഴവാണ്, അത് നിഷേധമാണ്. അതവർ നിർത്തുന്നില്ലെങ്കിൽ വലിയ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും. ഇത് പരലോകത്തു നിന്നുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അഫല യതൂബൂന, അപ്പോൾ അവർ പശ്ചാത്തപിക്കുന്നില്ലയോ, അല്ലെങ്കിൽ അവർക്ക് പശ്ചാത്തപിച്ചുകൂടെയോ, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, അവർക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ, വയസ്തഗ്ഫിറൂനഹു, അള്ളാഹുവിനോട് അവർക്ക് പാപമോചനം തേടിക്കൂടെ. അങ്ങനെയാണെങ്കിലോ, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അവരുടെ ഇപ്പോഴുള്ള വിശ്വാസം തെറ്റാണ്, അവർ കുഫറിലാണ്. പക്ഷെ അവർ തൗബ ചെയ്യുകയാണെങ്കിൽ, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹു അവരോട് കരുണ കാണിക്കുന്നവനും ഓർക്കുന്നവനുമാണ്. അപ്പൊ ആ മാർഗം അവർക്ക് സ്വീകരിച്ചൂടെ എന്ന് അള്ളാഹു അവരോട് ചോദിക്കാൻ, അവരെ കുറിച്ച് ചോദിക്കാൻ. അപ്പോ പ്രവാചകന്മാരെല്ലാവരും തൗഹീദാണ്
പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമും അത് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അള്ളാഹുവിനെ ആരാധിക്കണം, വേറെ ആരാധ്യനില്ല എന്നൊക്കെ പറഞ്ഞതിനെ അവര് മാറ്റി വെച്ചുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാണ്. അപ്പൊ അതിലൊന്നും ഉറച്ചു നിൽക്കാതെ അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷയുണ്ട്, അള്ളാഹു അവരോട് കരുണ കാണിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവരുടെ വേദങ്ങളിൽ തന്നെ മറുപടി ഉണ്ട്. ഇത് ഇനി അടുത്ത ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് കൂടാതെ സൂറത്ത് നിസായിന്റെ 171 ആയത്തിലും വിവരണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. അടുത്ത ആയത്തിൽ അതിനുള്ള ഒരു മറുപടി, ചുരുക്കമായൊരു മറുപടി അള്ളാഹു പറയാം. മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ. അല്ല, അൽ മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ മകനായ മസീഹ്, അതിനാണ് മസീഹിനാണ് മിഷിഹ എന്ന് മലയാളത്തിൽ ക്രിസ്ത്യാനികൾ പറയും. മെസ്സയ്യ അല്ല, അത് സ്ഥാനപ്പേരാണ്. നബിയുടെ ഒരു സ്ഥാനപ്പേരാണ് മസീഹ്, പേര് ഈസ എന്നാണ്. അപ്പോ ഇതിന്റെ ഇംഗ്ലീഷ് രൂപമാണ് ക്രൈസ്റ്റ്. മസീഹ് എന്നുള്ള ആശയമുള്ള വേറെ വാക്കാണ് ക്രൈസ്റ്റ്. അത് വേറെ ഭാഷയെന്നില്ല, പിന്നെ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ആണെന്നാണ് ഓർമ്മ. അങ്ങനെ രൂപം മാറി വന്നിട്ടുള്ളത് ഈ അർത്ഥത്തിൽ ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക്. മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂൽ. അൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂൽ. മസീഹ് ഇബ്നു മറിയം ഒരു റസൂൽ അല്ലാതെ മറ്റൊന്നുമല്ല. മൽ മസീഹ് ഇബ്നു മറിയം, മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ. ഇല്ല, ഒറ്റക്ക് പറയുമ്പോഴേ നീട്ടുള്ളൂ, ചേർത്ത് ഓതുമ്പോ അതിന് ഉച്ചാരണമില്ല. മൽ മസീഹ് ഇബ്നു ആ മീമിന്റെ ശേഷമുള്ള എന്താ പറയാ, അലിഫുൽ മദ്ദാണിത്. അതും നീട്ടൂല. അൽ മസീഹിന്റെ തുടക്കത്തിലുള്ള അലിഫ്ലാമിന്റെ അലിഫും ഉച്ചരിക്കൂല. അത് ഹംസത്തുൽ വസ്ലാണ്, ചേർത്ത് ഓതുമ്പോൾ അത് ഉണ്ടാവില്ല. മൽ മസീഹ് എന്നത് മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ. മറിയമിന്റെ പുത്രൻ മസീഹ് ഒരു റസൂൽ അല്ലാതെ മറ്റൊന്നുമല്ല. ഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹി, അദ്ദേഹത്തിന് മുമ്പും, റുസുലു, റസൂലുകൾ, ദൂതന്മാർ. അപ്പൊ മുമ്പ് ഒരുപാട് അള്ളാഹുവിന്റെ ദൂതന്മാർ വന്നിട്ടുണ്ട്. അതുപോലൊരു ദൂതനാണ്, അതുപോലൊരു റസൂലാണ് ഈസാ നബി അലൈഹിസ്സലാം. അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ ദൈവത്വമുള്ള ആളല്ല, ദൈവത്തിന്റെ അംശമോ അവതാരമോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലുകളിൽപ്പെട്ട ഒരു റസൂലാകുന്നു. വഉമ്മുഹു സിദ്ദീഖ, അദ്ദേഹത്തിന്റെ മാതാവാകട്ടെ സിദ്ദീഖത്താണ്, സത്യസന്ധയാണ്, സത്യവതിയാണ്. അപ്പോൾ അള്ളാഹു പ്രത്യേകം പരിഗണിച്ചിട്ടുള്ള, ഖുർആനിൽ ആകെ പേര് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ മറിയമാണ്. അവരുടെ പേരിലൊരു സൂറത്തുണ്ട്. അപ്പോ സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്ഥാനം കൂടി ഇവിടെ, അവരെ കുറിച്ച് അള്ളാഹു സത്യസന്ധയാണ്, സത്യവതിയാണ്, സിദ്ദീഖത്താണ് എന്ന് പറയുന്നു. അപ്പൊ അവരും എന്താണ്, അവരെ കുറിച്ച് ഇവരെന്ത് പറയാറുണ്ട്? ദിവ്യത്വം പറയാറുണ്ട്, ദൈവമാതാവ് എന്നൊക്കെയല്ലേ പറയാം. അപ്പൊ അങ്ങനെയൊന്നുമില്ല. അവർ സിദ്ദീഖത്തായ, സത്യവതിയായ, അള്ളാഹുവിന് അനുസരിച്ച് ജീവിച്ച ഒരു സ്ത്രീയാകുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ്. ഖാന, അവർ രണ്ടുപേരും ആയിരുന്നു, യഅ്കുലാനി, അവർ രണ്ടുപേരും തിന്നും, അത്വാമ, ഭക്ഷണം. അതായത് ഒരു മനുഷ്യന്മാർ തന്നെയായിരുന്നു, അവർ സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു രണ്ടുപേരും. അതായത് മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു അവര്. വെള്ളം കുടി, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ദിവ്യത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ബൈബിളിലും വ്യക്തമാണ്. ഇതൊക്കെ തെളിയുന്ന ധാരാളം സംഭവങ്ങൾ, ഉദ്ധരണികൾ ബൈബിളുകളിലുണ്ട്. ഉൻദുർ, നോക്കുക, കൈഫ യുബയ്യിനു, എപ്രകാരമാണ് അവൻ വിശദീകരിക്കുന്നത്, വ്യക്തമാക്കുന്നത്, അള്ളാഹു, ലഹും, അവർക്ക് വേണ്ടി, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ,
തുമ്മൻലുർ. നുബയ്യിന് പറഞ്ഞാൽ നാം വിശദീകരിക്കുന്നു. ആദ്യത്തെ നൂന് ബഹുവചനാക്കാളാണ്. യുബയ്യിനു നുബയ്യിൻ. ബയ്യന എന്നാണ് ശരിക്കും വാക്ക്. ഉൻദുർ കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്. അവർക്ക് എപ്രകാരമാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് എന്ന് നോക്കുക. തുമ്മൻലുർ അന്നാ യുഫക്കൂൻ. പിന്നെ അവർ എപ്രകാരമാണ് തെറ്റിക്കപ്പെടുന്നത് എന്നും നോക്കുക. അള്ളാഹു കാര്യങ്ങൾ അവർക്ക് വളരെ വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തതയുള്ള കാര്യമാണ്. അവർ മനുഷ്യരായിരുന്നു, മനുഷ്യരെ പോലെ ജീവിച്ചവരായിരുന്നു. അവരുടെ വേദത്തിൽ തന്നെ അതൊക്കെ പരാമർശിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ മനുഷ്യരായിരുന്നു എന്നുള്ള അവിടുത്തെ പറഞ്ഞാൽ അവര് ദിവ്യത്വമുള്ളവരല്ലാന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും എങ്ങനെയാണ് അവർ അതിൽ തെറ്റിപ്പോകുന്നത് സത്യത്തിൽ നിന്ന് എന്ന് നോക്കുക. ഇതില് ഇനി പറയുന്നത് ഈ ബൈബിളുകളിൽ നിന്നൊക്കെയുള്ള സൂചനകളാണ്. കുറച്ചധികം ഉണ്ടത്. ജസ്റ്റ് അതിന്റെ ചുരുക്കം ഇങ്ങനെ പറഞ്ഞു പോവാം. ഈസാ നബി അലൈഹി ഇസ്ലാം മനുഷ്യനായിരുന്നു, മറ്റ് മനുഷ്യരെ പോലെ. അത് നമ്മൾ പറഞ്ഞു. ഒരു സാധാരണ മനുഷ്യരെ പോലെ ആയിരുന്നു, മനുഷ്യപ്രകൃതങ്ങളുള്ളവരായിരുന്നു എന്നുള്ളത് അവരുടെ വേദങ്ങളിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരു ദിവ്യത്വ പരിവേഷം അവർ പിൽക്കാലത്ത് പണ്ഡിതന്മാരും പുരോഹിതന്മാരും കെട്ടിച്ചമച്ചുണ്ടാക്കിയതും ബൈബിളുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ പിന്നെ എഴുതി ഉണ്ടാക്കിയതാണ് ഇപ്പോഴുള്ള ബൈബിൾ. അപ്പൊ അത് കൂടുതൽ ഉള്ളത് കൊണ്ട് ശരിയായ ഈ സംഗതികൾ അതിലുണ്ടെങ്കിലും അതെന്ത് ചെയ്യണില്ല, അത് സാധാരണക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയോ അവരതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ഇതിനവരിങ്ങനെ അവഗണിക്കുകയാണ് ചെയ്യുക. മറ്റ് ഈ ദിവ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സിദ്ധാന്തങ്ങളും അതിന്റെ വിശദീകരണങ്ങളൊക്കെ അധികരിച്ചത് കൊണ്ട് ഇത് സാധാരണക്കാർ മനസ്സിലാകാതെ പോയിരിക്കുകയാണ്. ശരിക്ക് ഇവരുടെ സുവിശേഷങ്ങൾ തന്നെ വായിച്ചാൽ ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ക്രിസ്തീയ വേദപ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനമായവ പുതിയ നിയമത്തിലെ 4 സുവിശേഷ പുസ്തകങ്ങളാണല്ലോ. എന്ന് പറഞ്ഞാൽ പിന്നെ മത്തായിയുടെ സുവിശേഷം, മാത്യു, അതുപോലെ മാർക്കിന്റെ ഗോസ്പൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, സുവിശേഷം, അതുപോലെ ലൂക്കോസിൻ്റെത്, പിന്നെ യോഹന്നാൻ, ജോൺ. ഈ 4 പേരുടെ സുവിശേഷങ്ങളാണ് പുതിയ നിയമത്തിലെ. അത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന പഴയ നിയമം എന്ന് പറയുന്നത് അവർ തൗറാത്ത് അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുർബാനകൾ അത് ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെയുള്ള പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളാണ് അവരുടെ ഏറ്റവും. അതെന്താ വെച്ചാൽ നബി അലൈഹി സ്വലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിന് ശേഷം നമ്മളെ വിശ്വാസം അനുസരിച്ച്, ഖുർആൻ വ്യക്തമാക്കിയ അനുസരിച്ച് നേരെ ജീവനോടെ അവർക്ക് ക്രൂശിക്കാൻ സാഹചര്യം അല്ലാത്ത നിലക്ക് അള്ളാഹു ഉയർത്തിയെന്നാണ് അവരെ വിശ്വാസം. ക്രൂശിച്ചു, അങ്ങനെ കുരിശിൽ മരിച്ചു, എന്നിട്ട് കബറടക്കി, കല്ലറയിൽ അടക്കിയതിന് ശേഷം 3-ാമത്തെ ദിവസം ഈസാ നബി ഉയർത്തെഴുന്നേറ്റു, എന്നിട്ട് ആകാശാരോഹണം ഉണ്ടായതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ഇപ്പൊ നമ്മൾ ഹവാരികൾ എന്ന് പറയുന്ന അവർക്കാണ് ഇവർ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ചിലര് പിൽക്കാലത്ത് അവര് കണ്ടറിഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഈ കേട്ടറിഞ്ഞ സംഗതികളൊക്കെ കൂടി രൂപപ്പെടുത്തി എഴുതിയ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവചരിത്രമാണ് ഈ 4 സുവിശേഷങ്ങൾ. അപ്പൊ അതില് പല സംഗതികളും ശരിക്കുള്ളത് ഉണ്ട് ഇപ്പോഴും. അതിൽ പറയാണ്, പിശാചും യേശുവും തമ്മിൽ നടന്ന ഒരു വാഗ്വാദത്തിൽ യേശു പിശാചിനോട് പറയാണ്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ പിശാച് അവനെ വിട്ടുപോയി. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്പോഴുണ്ട്. അതുപോലെ മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിലുള്ള ഒരു ഉദ്ധരണിയാണ്. ഒരു ശാസ്ത്രി, അതായത് ഒരു പണ്ഡിതൻ, പിന്നെ ഈസാ നബിയോട് ചോദിക്കുകയാണ്, എല്ലാത്തിലും വെച്ച് മുഖ്യ കൽപ്പന ഏതാണ്? അപ്പൊ അതിന് കൊടുക്കുന്ന മറുപടി, എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലിനെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കണം എന്നാകുന്നു. ഇവിടൊക്കെ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടണം, അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ വേദപുസ്തക നിഘണ്ടു എന്നുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത്. വേദപുസ്തക നിഘണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഖുർആൻ തഫ്സീർ എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ്. അതായത് ബൈബിളിൽ പറഞ്ഞ വാക്കുകളും അതിന്റെ സന്ദർഭങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെ എങ്ങനെയെന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുള്ള
പുസ്തകങ്ങളാണ് വേദനിഘണ്ടു പുസ്തകങ്ങൾ. ഒന്നിലധികം ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ചില ഉദ്ധരണികൾ കൊടുക്കുന്നു. അതിൽ പറയണത് ആദ്യത്തെ 3 സുവിശേഷങ്ങൾ, അതായത് മത്തായി, പിന്നെ ലൂക്കോസ്, മാർക്കോസ്, ലൂക്കോസ്, ഇതിൽ 3ലും ഈസാ നബി അലൈഹി സ്വലാം യേശു യഥാർത്ഥ മനുഷ്യത്വമുള്ളവനാണെന്ന് കാണുന്നു. ഒരു മനുഷ്യൻ ജീവിച്ചതുപോലെയുള്ള സംഭവങ്ങളും വിവരണങ്ങളുമാണ് അതിലുള്ളത്. അവൻ ശരീരത്തിലും ബുദ്ധിയിലും സ്വാഭാവികമായി വളർച്ച പ്രാപിച്ചു, വിശപ്പും ദാഹവും അനുഭവിച്ചു, ഉപദ്രവങ്ങൾ സഹിച്ചു, സന്തോഷം, ദുഃഖം, സ്നേഹം, കോപം ആദിയായവ എല്ലാ മനുഷ്യരെയും പോലെ അവനും ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യരെക്കാൾ ജ്ഞാനിയായിരുന്നെങ്കിലും സർവജ്ഞത ഉണ്ടായിരുന്നില്ല. എന്നൊരു ഉദാഹരണം പറയുന്നത്, അത്തിവൃക്ഷത്തിൽ ഫലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ ഫലം ഉണ്ടായിരുന്നില്ല. അപ്പൊ കൈ പറയുന്ന ആളല്ല. അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സ്വന്തം ശക്തിയാലല്ല ദൈവവിശ്വാസത്താലാണ് ചെയ്തതെന്ന് വിചാരിപ്പാൻ ന്യായമുണ്ട്. യേശു അവതാര പുരുഷനായി വന്നപ്പോൾ അവന് മനുഷ്യചിത്തവും ദൈവചിത്തവും, ചിത്തം മനസ്സ്, മനുഷ്യന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും എന്നിങ്ങനെ 2 മനസ്സുകൾ ഉണ്ടായിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അതിന് ഈ 3 സുവിശേഷങ്ങളിൽ യാതൊരു ആധാരവും ഇല്ല എന്ന് വേദപുസ്തക നിഘണ്ടുവിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ദൈവത്വം ആരോപിച്ചുകൊണ്ടുള്ള വിവരണങ്ങൾ വരുന്നത് 4ാമത്തെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ, ആ യോഹന്നാൻ ഇതാണെന്ന് പറയുന്നു, ജോൺ എന്ന് പറയുന്ന ആൾ എഴുതിയെന്ന് പറയുന്നത്, അതിലാണ് തർക്കമുണ്ട്. ആരാണ് എഴുതിയെന്നുള്ളതിൽ തർക്കമുണ്ട്. അതിലാണ് ഈ പുതിയ വിശ്വാസങ്ങളും തൃത്വവും അവതാര സങ്കല്പവും ഒക്കെ കടന്നുകൂടിയിട്ടുള്ളത്. എന്ത് ഒരു കാര്യങ്ങൾ പറയേണ്ട സമയം ഉണ്ടെങ്കിൽ അവസാനം പറയാം. ഖുൽ, നബിയെ പറയുക, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നുവോ, മാ ലാ യംലികു ലക്കും, നിങ്ങൾക്ക് ഉടമപ്പെടുത്താത്ത, നിങ്ങൾക്ക് സ്വാധീനിച്ചു വെച്ചിട്ടില്ലാത്ത ഒന്നിനെ, വർറൻ ഉപദ്രവത്തെ, വലാ നഫ്അൻ ഉപകാരത്തെയും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ സാധിക്കാത്ത ഒന്നിനെയാണോ നിങ്ങൾ അള്ളാഹുവിനെ വിട്ട്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക. വല്ലാഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു ആകട്ടെ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അങ്ങനെയുള്ള അള്ളാഹിനെ വിട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക. ഇപ്പോ സാധാരണ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതാണെങ്കിലും, എന്ത് വസ്തുക്കളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അവർ സ്വന്തമായിട്ട് ഉപകാരോപദ്രവം കൂടെ പൂർത്തിയിട്ടില്ല എന്ന് മാത്രം അവരെ സ്വന്തം കാര്യം പോലും. ഈസാ നബി അതിൽ ഒഴിവല്ല. ഈസാ നബിക്കും എന്തില്ല, സ്വന്തമായി പിന്നെ ഉപദ്രവം തടുക്കാനോ ഉള്ള കഴിവ് ഇല്ല. അതായത് ചരിത്രത്തിൽ തന്നെ, വേദങ്ങളിൽ തന്നെ തെളിവുകളുണ്ട്. ഒരുപാട് യാതനകളും പീഡനങ്ങളൊക്കെ അനുഭവിച്ചത് എടുത്തു. അപ്പൊ സ്വന്തം ദേഹത്തിന് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരാൾക്ക് മറ്റുള്ളവരെ, അവർക്ക് മോക്ഷം നൽകാനും മുക്തി നൽകാനും സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുക. അടുത്ത അവസാനത്തെ ആയത്ത് അല്ലേ, ഖുൽ യാ അഹ്ലൽ കിതാബ്, ഇനി അവരോട് മുഴുവനായിട്ടുള്ള ഒരു ചോദ്യം. ഖുൽ, നബിയെ പറയുക, യാ അഹ്ലൽ കിതാബോ വേദക്കാരെ, അത് ക്രിസ്ത്യാനികളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഒക്കെ, ലാ തഗ്ലൂ, നിങ്ങൾ അതിര് കവിയരുത്, ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ, ഗൈറൽ ഹഖി, ന്യായമല്ലാത്ത നിലക്ക്, വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്, അഹ്വാഅ ഖൗമിൻ, ഒരു ജനതയുടെ തന്നിഷ്ടങ്ങളെ, ഖദ് ളല്ലു, അവർ പഴച്ചു പോയിട്ടുണ്ട്, മിൻ ഖബ്ലു, മുമ്പ് തന്നെ, വഅദല്ലു കസീറ, ധാരാളം ആളുകൾ അവർ പഴപ്പിച്ചിട്ടുമുണ്ട്, വദല്ലു അൻ സവാഇസ് സബീൽ, നേരായ മാർഗത്തിൽ നിന്ന് അവർ വളരെ തെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജനതയുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റാനും പാടില്ല. അപ്പോൾ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, അതിര് കവിയരുത്. ഒന്ന്, മുമ്പ് തന്നെ വഴിപഴച്ചു പോയ ആളുകളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. ഈ ഒന്നാമത്തെ പറഞ്ഞ അതിര് കവിയുക എന്ന് പറഞ്ഞത്, മതത്തിൽ അതിര് കവിയാൻ പാടില്ല. ഇവര് വഴികേടിലാവാനുള്ള കാരണത 2 നിലക്ക് വഴികേടിലാകാം. ഒന്ന് നിഷേധമാണ്, നിഷേധവും ധിക്കാരവും, അല്ലെങ്കിൽ അനാദരവ് കാണിക്കുക. രണ്ടാമത്തതാണ് അതിര് കവിയ, മതത്തിൽ തന്നെ അതിര് കവിയ. അതാണ് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത്. അവര് അതിന്റെ അവസാനം പറയേണ്ടത്, ഇതിന്റെ അവസാനം പറയേണ്ടത്. അപ്പോ ഈ ഇവർക്ക് സംഭവിച്ചതാണ് ഭക്തിക്കുറവൊന്നുമല്ല, പ്രവാചകനുള്ള വിശ്വാസക്കുറവുമല്ല അവർ നിർമാർഗം വിട്ടുപോകാൻ കാരണം. മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിയും അടിമയുമായ നബിയെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവത്വം നൽകി ഇല്ലാത്ത പദവികൾ കൽപ്പിച്ചു, മാതാവിനും ദിവ്യത്വം കൽപ്പിച്ചു.
പിന്നെ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കുരിശിനെ അതിനെയും ആദരിച്ചു. എന്നിട്ട് ഇതിനൊക്കെ പ്രതിമകൾ, അവരെ പ്രതിമകളും കുരിശിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോയി. ഒന്ന്. പിന്നെ ദൈവഭക്തി എന്ന പേരിൽ പൗരോഹിത്യം ഉണ്ടാക്കി. അതുപോലെ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും മതത്തിൽ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം വകവെച്ചു കൊടുത്തവരെ റബ്ബാക്കി. ഇങ്ങനെയുള്ള അതിര് കവിയലാണ് ഇവരെ വഴികേടിലാക്കിയത്. അങ്ങനെ നിങ്ങൾ അതിര് കവിയരുത് എന്ന്, നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് ആണ് ഒന്നാമത്തെ പറഞ്ഞത്. ഈ അതിര് കവിച്ചിലൊക്കെ അവരെ സത്യത്തിൽ നിന്ന് തെറ്റിച്ചു, തൗഹീദിൽ നിന്ന് അവരെ ശിർക്കിലേക്ക് എത്തിച്ചു, അങ്ങനെ അവരെ നഷ്ടക്കാരാക്കി. എന്നിട്ട് അവസാനം മനുവലി പറഞ്ഞ വാചകം ഒന്ന് വായിച്ചുതരാം. അങ്ങേയറ്റം ലജ്ജയോടും വ്യസനത്തോടും കൂടിയാണെങ്കിലും ക്രിസ്ത്യാനികളുടെ ഈ അതിര് കവിയൽ രോഗം മിക്കതും മുസ്ലിം സമുദായത്തിലേക്കും ക്രമേണ പകർന്നിട്ടുണ്ടെന്ന വാസ്തവം സമ്മതിക്കാതെ വയ്യ. യാതുബില്ല. അപ്പോ ക്രിസ്ത്യാനികളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് പകർന്ന അസുഖം എന്താന്ന് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് മനസ്സിലാക്കുക. അതിര് കവിയലാണത്, ദീനിൽ അതിര് കവിയൽ. രണ്ടാമത് പറയണത് തന്നിഷ്ടങ്ങളെ, പഴച്ചുപോയവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നതിനെ കുറിച്ചാണ്. മുമ്പേ വഴി പഴച്ചു പോയവർ എന്ന് പറഞ്ഞത്, ഒന്ന്, ഇവര് പിന്നെ ഖുറാൻ അവതരിക്കുന്ന കാലത്ത് തന്നെ ക്രിസ്ത്യാനികളുടെ മതതത്വങ്ങൾ ബൈബിളിലുള്ളത് പോലെ അല്ല. അവരതിൽ നേരത്തെ തന്നെ പല കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ട്. ഈസാ നബി പഠിപ്പിച്ച രൂപത്തിലുള്ള ഇന്ത്യയിലുള്ളതും എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അത് കുറെ എന്താണ്, ഇവർക്ക് മുമ്പ് വഴി പഴച്ചു പോയവരാണ് യഹൂദികൾ. കുറെ അവരേന്ന് കടമെടുത്തതുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവയുടെ തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ ഈ പോൾ എന്ന് പറഞ്ഞിട്ടൊരാളും കൂടി ഉണ്ട്, സെയിന്റ് പോൾ, പൗലോസ്. ഇയാളാണ് ഇപ്പോ ലോകത്ത് ക്രിസ്ത്യാനികളെ കൂടുതൽ ഭൂരിഭാഗം ആളുകൾ അംഗീകരിക്കുന്ന വലിയ അപ്പോസ്തലൻ. ഈ ആദ്യം പറഞ്ഞ ഈസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അയാളില്ല. അയാൾ പിന്നെ സ്വയം അപ്പോസ്തലനായതാണ്. അയാള് ഈസാ നബിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രിസ്തുമതം സ്വീകരിച്ച ആള്. എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ മൂപ്പര് കുറെ ലേഖനങ്ങൾ എഴുതി അതിലൂടെ കുറെ ഉപദേശങ്ങൾ കൊടുത്ത് അങ്ങനെ മൂപ്പര് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പിന്നെ ഉണ്ടാവുന്നത്. അയാളുടെ പേരില് ലേഖനങ്ങളാണ്. പൗലോസിന്റെ ഉണ്ട്, സുവിശേഷമുണ്ട്. പക്ഷെ അത് ഈ 4 അത് പിന്നെ ഇതല്ല, കാനോനിക്കല്ല. കാനോനിക്ക് ആദ്യം പറഞ്ഞ 4 ഇയാളുടെ പേരിലുണ്ട്. ഏത് അന്ന് പറഞ്ഞാൽ ഇത് ഈസാ നബിയുടെ കാലശേഷം. അല്ല 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 വാമൊഴി കേട്ട്, അതായത് ഈസാ നബിയുടെ ചരിത്രം പിന്നെ സാക്ഷികളിൽ നിന്ന് കേട്ട് അവര് പറഞ്ഞതനുസരിച്ച് എഴുതിയതാണെന്നാണ് അവരെന്നെ അവകാശപ്പെടുന്ന സംഗതി. ആദ്യത്തെ 3 ഈസാ നബിക്ക് ഏടായിട്ടാണോ എന്ന് അറിയില്ല, നോക്കണം. ഈസാ നബിക്ക് ഏടായിട്ടാണെന്നുള്ളത് ഖുർആനിലുണ്ട്. ഈസാ നബിയുടെ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇഞ്ചിയിൽ ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൂ. നോക്കണം, അത് നോക്കാം. പിന്നെ ഇഞ്ചിയിൽ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഇവാഞ്ചലിക്കൽ, അതിൻ്റെ ഗ്രീക്കിലും അതുപോലെ ലാറ്റിനിലും ഇവാഞ്ചലിയം അതേ രൂപത്തിലൊരു വാക്കാണ് ഹിബ്രു. അതിൽ നിന്നാണ്, അത് ഇഞ്ചിയിൽ എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ, അതിൽ നിന്നാണ് പിന്നെ ഈ വാക്ക് വരുന്നത്. സുവിശേഷം എന്നുള്ള ഇവരൊക്കെ ഇവാഞ്ചലിസ്റ്റുകൾ എന്നാണ് പറയാ. ഈ അപ്പൊ ഇത് സുവിശേഷം എഴുതിയ ഈ അപ്പോസ്തലന്മാരെ. ഈസാ നബിയുടെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്ന ഹവാരികളെ പറ്റി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഇവരെന്നാണ് ഇവർ പറയണത്. അവരാ ആദ്യത്തെ 3 എണ്ണത്തിൽ എന്തായാലും ഈസാ നബിനെ എന്താക്കിയിട്ടില്ല, ദൈവാക്കിയിട്ടില്ല. പിന്നെ അതിലൊക്കെ അപ്പൊ അവരെഴുതിയതിലും എന്തുണ്ടാക്കിയിട്ടുണ്ടാവും, തിരുത്തൽ വരുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇവര് ഈ മുമ്പ് തന്നെ വഴിപഴച്ച യഹൂദികളിൽ നിന്ന് പകർത്തിയതുണ്ട്. പിന്നെ ഈ തുടക്കത്തില് ഇവരെന്നെ മാറ്റം വരുത്തിയതുണ്ട്. അതുപോലെ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന്, യവന തത്വശാസ്ത്രത്തിൽ നിന്ന് കടമെടുത്തതുണ്ട്. ഹൈന്ദവ സിദ്ധാന്തങ്ങളുണ്ട്. ബാബിലോണിയൻ ചിന്താഗതിയിൽ നിന്ന് വന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നതാണ് അന്ന് അവർക്കുണ്ടായിരുന്ന ഒരു വിശ്വാസ സങ്കല്പങ്ങൾ. പിന്നെ ഖുർആൻ അവതരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവർ സുനഹദോസ് കൂടിയിട്ട് നിയമങ്ങൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. സുനഹദോസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആധികാരിക സഭ, ക്രിസ്തീയ മഹാസഭ. അതിൽ പുതിയ നിയമങ്ങളൊക്കെ പാസ്സാക്കും. വലിയ ഹയർ ഷൂറ്, ചെറുതല്ല.
സുനഹദോസൊക്കെ വാക്കൊക്കെ ചിലപ്പോൾ ചോദ്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട്. സുനഹദോസുകൾ മാറ്റം വരുത്തിയത് എന്തൊക്കെയാണുള്ളത്. അപ്പോ ഇങ്ങനെ അവരെന്നെ പഴച്ചു, പിന്നെ അത് മുഖേന അവർ ജനങ്ങളെ പഴപ്പിച്ചു. അങ്ങനെയുള്ള ആളുകളല്ല നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നാണ് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഇപ്പോഴും ഈ തിരുത്തൽ തീർന്നിട്ടില്ല. ഖുർആൻ ധരിച്ചതിന് ശേഷവും പിൽക്കാലത്ത് ധാരാളം അവരുടെ നിയമങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. വരെ സഭ കൂടിയിട്ട് പല കാര്യങ്ങളിലും തിരുത്തലുകൾ വരുത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഈ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ദീനിനെ മാറ്റിമറിക്കുന്ന വഴികേടിലായ ആളുകളെ പിൻപറ്റരുത്. രണ്ട് കാര്യം: ഒന്ന്, മതത്തിൽ അതിര് കവിയരുത്; രണ്ടാമത്തത്, നിങ്ങൾക്ക് തന്നിഷ്ടക്കാരെ പിൻപറ്റരുത്. എത്രയാണ് ഇപ്പോൾ ഈ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് വന്നിട്ടുള്ളത്? 50. ഇതിൽ 50 പറ്റി പരീക്ഷ ഇതനുസരിച്ചോ അതനുസരിച്ചോ? അമാനുമൗലിയുടെ ഇപ്പൊ നമ്മൾ എടുത്തത് വരെ പരീക്ഷ പരീക്ഷ അമാനുമൗലിയുടെ തഫ്സീർ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഇതിൽ കൊടുത്ത നമ്പർ അതിൽ നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. 38 എന്നല്ല, 35 തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വേദപുസ്തകം നീണ്ടു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് ഒരുപാട്. അതായത് യേശു ക്രിസ്തുവിന്റെ തത്വത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിലുള്ള സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേദപുസ്തകം നീണ്ടുവിൽ ഒരു വലിയ എസ്സേ ഉണ്ട്, ഒരു ഉപന്യാസം. അതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ ആദ്യത്തെ 3 ഇതില്ല എന്നൊക്കെ നമ്മൾ വായിച്ചില്ലേ. അതൊക്കെ ആ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ യേശു ആരാണ്, യേശുവും ദൈവവും തമ്മിലുള്ള ബന്ധം, യേശുവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഒക്കെ വ്യക്തമായിട്ട് അറിയാൻ അവർ 6 സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് ആദ്യത്തെ 3 ഈ സുവിശേഷങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളത് ഒന്ന്, പിന്നെ അപ്പോസ്തല ഉപദേശത്തുനിന്ന് ഒന്ന്, പിന്നെ പൗലോസിന്റെ ലേഖനം. ലേഖനങ്ങൾ പൗലോസിന്റെ 12 ലേഖനമുണ്ട്. പിന്നെ കൂടാണ്ട് വേറെ ആരെ എഴുതിയെന്നറിയാത്ത വേറെ കുറച്ച് ലേഖനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് എബ്രായ ലേഖനം. പിന്നെ വെളിപാട് പുസ്തകം, ലാസ്റ്റ് പ്രവചനങ്ങളൊക്കെ പറയുന്ന, പിന്നെ യോഹന്നാന്റെ സുവിശേഷം. ഇങ്ങനെ ഈ ക്രമത്തിലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം കാനോനിക സുവിശേഷമാണെങ്കിലും അതിലുള്ള സങ്കല്പത്തെ ഏറ്റവും 6ാമത്തെ സിദ്ധാന്തമായിട്ടാണ് വേദപുസ്തക നിഘണ്ടുവിൽ എഴുതിയിട്ടുള്ളത്. കാരണം അത് അവാസ്തവമാണെന്നുള്ളതിന്റെ ഈ സിദ്ധാന്തങ്ങളിൽ അതിന്റെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ച് ക്രമപ്പെടുത്തിയപ്പോൾ ഏറ്റവും അവസാനമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതില് തന്നെ എന്തുണ്ട്, ഈ 6 സിദ്ധാന്തങ്ങൾ പറയുന്നത് തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പോ ക്രിസ്ത്യാനികള് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഈ സിദ്ധാന്തങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. എന്നിട്ട് ഈ വൈരുദ്ധ്യങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വേദപുസ്തക നിഘണ്ടുവില് 7ാമതായിട്ട് ഒരു സമാപനം, ജമ്മി ചെയ്യണ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സമാപനം പക്ഷെ ജമ്മി ചെയ്ത് ശരിയായിട്ടില്ല എന്നാണ്, അത് വിജയിച്ചിട്ടില്ല എന്നാണ് അവരോട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം വരാനൊക്കെ സാധ്യതയുള്ള ഒന്ന്, ക്രിസ്തുവിന് ദൈവത്വവും ദൈവപുത്രത്വവും കൽപ്പിക്കുന്ന സുവിശേഷം യോഹന്നാന്റെ സുവിശേഷമാണ്. മറ്റു 3 അതില്ല. ഈ സുവിശേഷം, അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കർത്താവ് ആരാണെന്നും ഇതിലുള്ളത് യഥാർത്ഥ സംഭവങ്ങളാണോ എന്നും ഇതിൽ പറയുന്ന യേശു അങ്ങനെ തന്നെ ആയിരുന്നു എന്നും തർക്കങ്ങൾ മുമ്പും ഇപ്പോഴും ഉണ്ട് എന്ന് വേദപുസ്തക നിഘണ്ടുവിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 3 സുവിശേഷങ്ങളും യേശുവിന്റെ ചരിത്രം വാമൊഴിയായി അവരവർ കേട്ട് രചിച്ചതാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണ് തെളിയിക്കാൻ വേണ്ടി വേറൊരു സുവിശേഷം എഴുതി ഉണ്ടാക്കുകയാണ് യോഹന്നാൻ ചെയ്തിരിക്കുന്നത് എന്നും അതും വേദപുസ്തക നിഘണ്ടുവിലുമുണ്ട്. അപ്പൊ ഇത് ഈ ചോദ്യം പല രീതിയിൽ ചോദിക്കുക. ഒരു സുവിശേഷത്തിന്റെ പേര് തന്നിട്ട് അതിലുള്ളതിൽ ഏതാ ദൈവത്താണോ മനുഷ്യത്താണോ ആ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ക്രോസ് റെഫറൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഒന്ന് പറഞ്ഞത് മസീഹ് എന്നുള്ള സൂറത്ത് ആൽ ഇമ്രാനിലെ. സമയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, മാത്രം 45-ാമത്തെ ആയത്.
ഓനെ അവിടെ ഒന്നാം വാളിൽ ഇരിക്കണ്ട വന്നിട്ടുണ്ട് അകത്തുനിന്ന് പതിനേഴ് 145 അതിൽ നസീലിന്റെ വിശദീകരണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും. وما كان لنفس أن تموت إلا بإذن الله كتابا معجلا ومن يريد അതല്ലല്ലോ അതിന്റെ നമ്പർ വ്യത്യാസമുണ്ടോ? 45 155 കേട്ടോ. ഒരു 4 45 മലക്കുകൾ വൈദ് കാലത്തിൽ മലായിക്കത്തു യാ മറിയമ ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു. അതായത് ഈസാ നബിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. ജിബ്രീല് മലക്കുകൾ എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ. മലക്കുകൾ പറഞ്ഞ സന്ദർഭം മറിയമേ നിശ്ചയമായും അല്ലാഹു അവങ്കിൽ നിന്നുള്ളൊരു വാക്കിനെ കുറിച്ച് ബികലിമത്തിൻ നിനക്ക് സുവിശേഷം അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ ഈസ എന്ന മസീഹ് ആകുന്നു. ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയ വൽ ആഖിറ. ഇഹത്തിലും പരത്തിലും പ്രമുഖനായിരിക്കും. വമിനൽ മുഖറബീൻ സാമീപ്യപ്പെട്ടവരുമായിരിക്കും. അവിടെ അദ്ദേഹത്തെ പറ്റി മസീഹ് എന്ന് പറയുവാൻ കാരണം പലരും പല വിധത്തിൽ വിവരിച്ചു കാണാം. കൂടുതൽ ന്യായമുക്തമായി കാണുന്ന അഭിപ്രായം മഷീഹ അല്ലെങ്കിൽ മിഷിഹ എന്ന ഹിബ്രു വാക്കിന്റെ അറബി ശൈലി അനുസരിച്ചുള്ള ഉച്ചാരണമാണ് മസീഹ്. പേര് ശരിക്ക് അസ്ല് ഏതാന്നുള്ളത് ഹിബ്രു ആണ്. അല്ല മഷീഹ മസയ്യ അതാണ്. മസീഹ അറബിയാണ്. അതിന്റെ ഭാഷയിലുള്ള ഹിബ്രു ഭാഷയിലുള്ള വാക്കാണ് മഷീഹ അല്ലെങ്കിൽ ബിഷിഹ. അതിന്റെ അറബി രൂപമാണ് മസീഹ്. അതിന്റെ സാക്ഷാൽ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ അഥവാ അഭിഷിക്തൻ എന്നാകുന്നു. ഇതേ അർത്ഥത്തിലുള്ള ഒരു യവന പദമത്രേ ക്രിസ്തു എന്ന വാക്ക്, ഗ്രീക്ക് വാക്ക്. അപ്പൊ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് ഗ്രീക്കാണ്. ചിലർ പറഞ്ഞു കാണുന്നത് പോലെ ഒരു അറബി വാക്കു തന്നെയാണ് മസീഹ് എന്ന് വെച്ചാലും അതേ അർത്ഥത്തിൽ തന്നെയാണ് അപ്പോഴും അത് കലാശിക്കുന്നത്. കാരണം തടവുക എന്നർത്ഥമായ മസ്ഹിൽ നിന്നുള്ളതായിരിക്കും ആ വാക്ക്. മസഹ എന്ന തടവിനാണ്. ഒരാളെ രാജാവായോ പുരോഹിതനായോ വാഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു പ്രത്യേക തരം തൈലം ഒഴിച്ച് തൊട്ട് തടവിക്കൊണ്ടുള്ള ഒരു അഭിഷേക കർമ്മം അക്കാലത്ത് വേദക്കാരിൽ നടപ്പുണ്ടായിരുന്നു. അതാണ് ഈ പേര് വരാനുള്ള കാരണം. അങ്ങനെ സ്ഥാനം നൽകപ്പെട്ട ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഈസാ നബി അലൈഹി സ്വലാം പറ്റി ഖുർആനിൽ ഉപയോഗിച്ച ഈ 3 വാക്കുകൾ അതൊക്കെയാണ് മസീഹ്, ഈസ ഇബ്നു മറിയം, പിന്നെ 3 വാക്കുകൾ കലിമത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ചായിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി കലിമത്തു അള്ളാഹുവിന്റെ വാക്ക്, കലിമത്തു മിനല്ലാ അള്ളാഹുവിൽ എന്നുള്ള വാക്ക് നമുക്ക് പറയേണ്ടല്ലോ. അതുപോലെ റൂഹുല്ലാ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 3 വാക്കുകളെയും കുറിച്ച് കുറെ വലിച്ചു നീട്ടി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം ക്രിസ്ത്യാനികൾ ലഭിക്കുന്ന ദിവ്യത്വത്തെ ഖുർആൻ അനുകൂലിക്കുന്നു എന്ന് വരുത്താൻ ഇപ്പോൾ ചില പാതിരിമാർ ഒരു പരിശ്രമം നടത്താറുണ്ട്. മുസ്ലിം പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അടുത്ത കാലത്ത് ആസൂത്രണം ചെയ്യപ്പെട്ട ക്രിസ്തീയ കുതന്ത്രങ്ങളിൽ നിന്ന് മാത്രമാണത്. ഓക്കെ. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മലക്കുകൾ മറിയം ബീവിക്ക് സുവിശേഷം അറിയിച്ചപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ പ്രത്യേകതയെ കുറിക്കുന്ന വിശേഷണ നാമമായി കലിമത്തു മിനല്ലാ എന്ന് പറഞ്ഞു. അനന്തരം അദ്ദേഹത്തിന്റെ പേര് വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനപദവിയെ കുറിക്കുന്ന അൽ മസീഹ് എന്ന് വിശേഷിച്ചപ്പോൾ സ്ഥാനപ്പേരാണ്. പിന്നീടാണ് സാക്ഷാൽ പേരായ ഈസ എന്ന് പറഞ്ഞത്. പേര് കൊണ്ടും അറിയാക്കാതെ ഇബ്നു മറിയം എന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുന്നു, മറിയമിന്റെ മകൻ. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഖുർആൻ മറിയമിന്റെ മകൻ എന്ന വിശേഷണത്തോടു കൂടിയാണ് പ്രസ്താവിക്കപ്പെടാറുള്ളത്. അതായത് പിതാവെല്ലാം ജനിച്ചുകൊണ്ട് ദൈവപുത്രൻ എന്ന് വ്യാധിക്കുന്നതിന് ഉള്ളൊരു മറുപടി ആ പേരിൽ തന്നെ ഉണ്ട്. അവര് യൂസുഫിന്റെ മകൻ, ജോസഫിന്റെ മകൻ ജീസസ് എന്നും പറയാറുണ്ട്. അവരെ കണക്കനുസരിച്ച് മറിയം ബീവിന്റെ ഭർത്താവായിരുന്നു, വിവാഹം തീരുമാനിച്ചതായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്.
അപ്പോ വ്യഭിചാരപുത്രനാണെന്നുള്ള യഹൂദികളുടെ വാദം, യൂസുഫിന്റെ പുത്രൻ, ജോസഫിന്റെ പുത്രൻ, അതുപോലെ ദൈവപുത്രൻ എന്നുള്ള ക്രിസ്ത്യാനികളുടെ വാദത്തിനൊക്കെയുള്ള മറുപടി ഐസബിന് മറിയാം എന്ന പ്രയോഗത്തിൽ തന്നെ ഉണ്ട്. അതിൽ ഈ മസീഹ് എന്നുള്ളതാണ് നമുക്ക് സാധ്യത ഉള്ളത്. അത് മനസ്സിലാക്കിച്ച ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന സാധ്യത ഉള്ളത് മസീഹ് എന്നതിന്റെ വിശദീകരണം, അതിന്റെ രൂപങ്ങളൊക്കെ. പിന്നെന്താ ഉള്ളത്? ബഖറ 62 മറ്റേ നോക്കാം. ബഖറ 62 ഇതിൽ നമ്മൾ ഇതിന്റെ മുമ്പ് ക്ലാസ് എടുത്ത ആയത്തിന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമല സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. അത് ഇതിലധികമായിട്ടുണ്ട്. നമ്മളെ മാഇദയിലെ ആയത്തിൽ അതില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ ആരെക്കുറിച്ചാണ്? സ്വർഗത്തിന്റെ അവകാശികൾ തങ്ങൾ മാത്രമാണെന്ന് യഹൂദികളും ക്രിസ്ത്യാനികളും പറയാറുണ്ട്. തനി വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള കുത്തകാവകാശവാദത്തെ ഖണ്ഡിക്കുകയാണ് അള്ളാഹു ഈ വചനം മുഖേന ചെയ്യുന്നത്. അപ്പൊ ഏത് വർഗമാണെങ്കിലും ഈമാൻ സ്വീകരിച്ചാൽ രക്ഷയും സ്വർഗം ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. വിശ്വാസത്തിൽ വിശ്വസിച്ചവരെന്നോ യഹൂദികളെന്നോ ക്രിസ്ത്യാനികളെന്നോ സാബികളെന്നോ മറ്റോ ഉള്ള വർഗവ്യത്യാസം കൂടാതെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണ് അവർക്കാണ് മോക്ഷവും വിജയവും ഉള്ളത് എന്ന് സാരം. മോക്ഷത്തിന്റെയും വിജയത്തിന്റെയും മാനദണ്ഡം വർഗീയമോ സാമുദായികമോ അല്ല, വിശ്വാസവും സൽക്കർമ്മവുമാണ് എന്ന് ചുരുക്കം. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു ചോദ്യത്തിന് അവകാശമുണ്ട്. നബിയിൽ വിശ്വസിക്കാത്ത യഹൂദികൾ, ക്രിസ്ത്യാനികൾ മുതലായവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് വ്യക്തമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഒരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞവർ പിന്നീട് എങ്ങനെ പുതുതായി വിശ്വസിക്കും? ഇതാണ് ചോദ്യം. അല്പം ആലോചിച്ചാൽ ഈ ചോദ്യത്തിൽ കഴമ്പില്ലെന്ന് കാണാം. ആർക്കായാലും സത്യവിശ്വാസവും സൽക്കർമ്മവും കൊണ്ട് രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ അത് രണ്ടും അനുഷ്ഠിച്ചു വരുന്നവർ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതേ അവസ്ഥയിൽ ഉറച്ചു നിൽക്കണമെന്നും രണ്ടും അനുഷ്ഠിച്ചില്ലാത്തവർ അത് അനുഷ്ഠിച്ച് തുടങ്ങണമെന്നുമായിരിക്കും അതിന്റെ വിവക്ഷ. എന്നല്ലാതെ ഒരിക്കൽ വിശ്വസിച്ചവർ വീണ്ടും ഒരു പുതിയ വിശ്വാസം സ്വീകരിക്കണമെന്നല്ല. ഈ ആയത്തും നമ്മൾ പഠിച്ച മായയുടെ 72-ാം വചനവും ചിലർ വ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതും ഇവിടെ പറയേണ്ട സർവമത സത്യവാദത്തെ കുറിച്ച് പറയുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഇതിനെ എതിർക്കുന്നു. ഇത് അവരെ അപ്പോഴുള്ള വിശ്വാസമല്ല, അവരെ വേദന അനുസരിച്ച് അവർ ഖുറാനിലേക്ക് മടങ്ങിയിട്ട് പ്രവാചകനിൽ വിശ്വസിച്ചിട്ട് ശരിയായ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 72 നമ്മൾ പഠിച്ചതിൽ, അത് ബഖറയിൽ 62 ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് എന്റെ വിശദീകരണം ഉള്ളത്. അവിടെ പറഞ്ഞുകൊണ്ട് പിന്നെ മായതയിൽ അത് ആവർത്തിച്ചിട്ടില്ല. 62 നോക്കിയതാണ്, നോക്കിയിട്ടുണ്ടോ? എന്ത്? അല്ലല്ല 62 ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു. അതാണ് നിങ്ങൾ 63 നോക്കുന്നത്. ഓക്കെ, നിർത്താം അല്ലേ? സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.